ശ്രീ ശ്രീപത്മനാഭൻ, ഇവിടെ ഈ വല്ലാത്ത തരത്തിൽ ഇപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അത് BJP ആഘോഷിക്കുന്നു. പല മണ്ഡലങ്ങളിലും വോട്ട് വർധനവുണ്ടായി എന്നുള്ളത്, ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടായ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ BJP ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിന് ഈ പറയുന്ന പലവിധ കാരണങ്ങളുണ്ട്. CPM അടക്കം മുന്നോട്ട് വെക്കുന്ന പലവിധ കാരണങ്ങൾ. ഉദാഹരണമായി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് വിജയമുണ്ടായത്. അത് BJP വോട്ടുകൾ മാത്രമല്ല അവിടെ സഹായിച്ചത് എന്ന് പറയുന്നു. മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായത് എന്ന് പറയുന്ന വോട്ട് വർധനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാരണങ്ങൾ ചൂണ്ടിക്കാണിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഈ കേരളത്തിലുണ്ടാകുന്ന പലവിധങ്ങളായ ധ്രുവീകരണം, കൂടുതൽ സമുദായങ്ങൾ BJPയിൽ അടുക്കാൻ കഴിഞ്ഞ കുറേ നാളായി ശ്രമിക്കുന്നതിൻ്റെ റിസൾട്ട്, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായി തുടങ്ങി, ഈ തെരഞ്ഞെടുപ്പിലൂടെയെങ്കിലും ലഭ്യമായി തുടങ്ങി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഞാന് ഈ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ കാരണം ആദ്യം പറയാം. നമ്മള് പല പല കാരണങ്ങൾ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ കാരണമായി പറയുന്നു. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ കേരളത്തിലെ 6 or 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. എല്ലാ സ്ഥലത്തും ഞാൻ മനസ്സിലാക്കിയ എല്ലാ സ്ഥലത്തും എനിക്ക് ഫീൽ ചെയ്ത കാര്യം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നേരിടുന്ന അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി, കേരള സർക്കാർ നേരിടുന്ന അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ നിന്നും ഉണ്ടാവുന്ന പല വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതായത് കേരളത്തിൽ 34 ലക്ഷം ആളുകൾ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. വയസ്സായ ആളുകള്, അവർക്ക് മരുന്ന് വാങ്ങാൻ, അവർക്ക് വസ്ത്രം വാങ്ങാൻ, അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ, കാരണം മാസം ഒരു 1600 രൂപ എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ആണ്. അപ്പൊ അത് കഴിഞ്ഞ കുറെ മാസങ്ങളായി നിലച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് വിഷുവിന് അവർ വലിയൊരു സംഖ്യ പ്രതീക്ഷിച്ചു, പക്ഷെ അവർ പ്രതീക്ഷിച്ച സംഖ്യ ലഭിച്ചില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അവരുടെ വിഷു ഇത്തവണ വളരെ മോശമായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ഒരു വലിയ പ്രശ്നം ഞാനിപ്പോ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലൊക്കെ വീടിന് വേണ്ടി പ്ലാൻ സമർപ്പിച്ചിട്ട് അത് അവിടെ കെട്ടിക്കിടക്കുക, ആയിരക്കണക്കിന് പ്ലാനുകൾ കെട്ടിക്കിടക്കുക. കാരണം ഈ പ്ലാൻ പാസ്സാവണമെങ്കിൽ വലിയൊരു പൈസ ഇപ്പൊ അടക്കണം. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ട്, പ്ലാൻ പാസ്സാക്കാനുള്ള പൈസ അടയ്ക്കാത്തത് കൊണ്ട് വീടിന്റെ പ്ലാൻ പാസ്സാക്കി എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഈ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഉണ്ടായ വിഷയങ്ങളാണ്. അപ്പോ ഇങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പല വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇപ്പൊ 2 പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന കാര്യത്തിലും മറുപടിയുണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതും MV ഗോവിന്ദൻ മാസ്റ്റർ പ്രസംഗത്തിൽ പറഞ്ഞതുമൊക്കെ കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരുക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്ര വലിയ സാമ്പത്തിക പ്രശ്നമെന്നാണ്. അത് അവരുടെ ആ വാദം വിജയിക്കുമായിരുന്നു. എപ്പോൾ അറിയാം, കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു. എന്ത് പറഞ്ഞിട്ടാണ് പോയത്? 57,000 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം തരാനുണ്ട്, അത് തരുന്നില്ല, അത് ചോദിച്ച് കേസ് കൊടുത്ത് വാങ്ങാനാണ് ഞങ്ങൾ പോകുന്നതെന്നാ പറഞ്ഞത്. പക്ഷേ സുപ്രീം കോടതിയിൽ ഇവിടെ അഭിഭാഷകർ എന്താണ് ആവശ്യപ്പെട്ടത്? 28,000 കോടി രൂപ കടമെടുക്കാനുള്ള സമ്മതം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ കേന്ദ്രം പറഞ്ഞു 13,000 ചില്ലുവാനം കോടി രൂപ ഇവർക്ക് നിയമപ്രകാരം മാർച്ച് 31 മുമ്പ് കടമെടുക്കാനുള്ള അവകാശമുണ്ട്, അത് എടുത്തോട്ടെ, അതിനപ്പുറം പോകാൻ സാധ്യമല്ല. അപ്പൊ സുപ്രീം കോടതി അത് എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അത് പോരാ, 15,000 കോടി രൂപ കൂടി വേണമെന്നാണ്. ആ ആവശ്യം അവിടെ അംഗീകരിക്കപ്പെട്ടില്ല. അപ്പൊ 57,000 കോടി രൂപ കേന്ദ്രം തരാനുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തവർ സുപ്രീം കോടതിയിൽ 28,000 കോടി രൂപ കടമെടുക്കാനുള്ള അനുവാദത്തിന് വേണ്ടിയാണ് വാദിച്ചത്. അതോടുകൂടി അത് പൊളിഞ്ഞുപോയി. അപ്പോ ഇത് കുറെയൊക്കെ വരുത്തി വെച്ച പ്രശ്നങ്ങളാണ്. ഇവിടത്തെ പാഴ്ചെലവുകൾ, ഇവിടത്തെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, ഇവിടെ ആവശ്യത്തിനും അനാവശ്യത്തിനും കടം വാങ്ങുന്ന പരിപാടി, കടം കുമിഞ്ഞുകൂടി, പലിശ കുമിഞ്ഞുകൂടി, വരുമാനത്തിന്റെ വലിയൊരു ശതമാനം പലിശ അടച്ചു വീട്ടാൻ വേണ്ടി നീക്കിവെക്കേണ്ട സാഹചര്യം, ഇതൊക്കെ കൂടി ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തവണ പരാജയപ്പെടാൻ കാരണം. 19 ശബരിമല വിഷയമായിരുന്നു, അത് ആ വിഷയത്തെ അവർ പിൻവാങ്ങിയപ്പോൾ ആ പ്രശ്നം തീർന്നു. പക്ഷെ ഈ പ്രശ്നം എങ്ങനെ തീർക്കും? ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മറികടക്കും? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ സർക്കാരിനെതിരെ ഒരു വലിയ വിഷയമായി വന്നു. ഇത് നമ്മൾ പുറമെ കണ്ടില്ല, ഇത് ഉള്ളിലുണ്ടായിരുന്നു, അടിത്തട്ടിലുണ്ടായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിഷയമാണ്.
പിന്നെ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വിഷയങ്ങളാണ് ഇടതുപക്ഷ മുന്നണി ഉന്നയിച്ചത്. അതുകൊണ്ട് അവർ ബലിഷ്ഠ വോട്ടിട്ട് കിട്ടിയതുമില്ല. എന്നാൽ അവർ ആരെയാണോ ടാർഗറ്റ് ചെയ്തത് അവര് ആ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന സമുദായങ്ങൾ അവർക്കെതിരായി വോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോ ഇവർ ആഗ്രഹിച്ചത് നടന്നതുമില്ല. എന്നാൽ ഇവർക്ക് താല്പര്യമില്ലാത്ത ആളുകൾ സംഘടിതമായി ഇവർക്കെതിരെ വോട്ട് ചെയ്തു. അതിൽ 1% വോട്ട് BJPക്ക് പുതിയതായി ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണം BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അത് BJPക്ക് വലിയ തോതിലുള്ള വോട്ട് വർധനവിൽ കലാശിച്ചിട്ടുണ്ട്. ഒരു സീറ്റ് ലഭിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ പ്രാഥമികമായി ഇടതുപക്ഷ മുന്നണി നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ വലിയ പരാജയത്തിന് കാരണം. ഇത് പരിഹരിക്കാതെ 2026 വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള ന്യായം ഇല്ല എന്നാണ് എനിക്ക് പറയാം. ഒപ്പം മറ്റു ചില ഘടകങ്ങൾ കൂടി ചേർത്ത് വെക്കണ്ടേ സാർ? അതായത് ഈ പല വിഭാഗങ്ങൾ, നമുക്കറിയാം മുസ്ലിം വിഭാഗത്തിന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം സംസാരിച്ചത്, ഏറ്റവും കൂടുതൽ സംസാരിച്ചത് CPM ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CAA ആയാലും UCC അടക്കമായാലും ഒക്കെയുള്ള സംഗതികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായി. ഇത്തരത്തിലുള്ള പ്രീണനത്തിന് ശ്രമിച്ചപ്പോൾ ആ വോട്ട് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ കാര്യമായി ആ കേന്ദ്രങ്ങളിൽ കാര്യമായി നഷ്ടം സംഭവിക്കുകയാണ് CPM-ന്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശനൊക്കെ ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അതാണ്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും അകലുന്ന പശ്ചാത്തലം, താങ്കൾ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾക്കപ്പുറം അതിനെ അതിജീവിക്കുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി. അല്ല, ഇവിടെ ഒരു വിഷയം എന്താ അറിയാം, CPM-ന് കണക്കൂട്ടിൽ തെറ്റിയത് അവരുടെ കോർ വോട്ട് ഏതാണെന്ന് അവർ മനസ്സിലാക്കേണ്ടിയിരുന്നു. കേരളത്തിലെ പിന്നാക്ക സമുദായം, പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പിന്നാക്ക സമുദായങ്ങളാണ് CPM-ന്റെ കോർ വോട്ട്, ഫൗണ്ടേഷൻ. അവരെ വിസ്മരിച്ചു CPM. അവിടെ ഈ പെൻഷൻ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഇവർക്കാണ്, ഈ വിഭാഗങ്ങൾക്കാണ്. അവരെ വിസ്മരിക്കുകയും പുതിയ വോട്ട് ബാങ്കുകൾ തേടിപ്പോവുകയും ചെയ്തു. അതായത് മുസ്ലിം വോട്ട് ബാങ്ക് പതുക്കെ ലീഗിൽ നിന്നും അടർത്തിയെടുത്ത് അത് ഞങ്ങൾക്ക് എന്നേക്കുമായി ഞങ്ങളുടെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ ആക്കാമെന്ന പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് UCCയും CAA ഒക്കെ എടുത്തിട്ടത്. അതൊക്കെ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തിയപ്പോൾ അവര് കോൺഗ്രസിൽ വോട്ട് ചെയ്തു. പക്ഷെ ഇവർക്ക് വോട്ട് ചെയ്തില്ല. എന്നാൽ ഇവർക്ക് അവരുടെ കോർ വോട്ടിനെ, ബാങ്കിനെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അതിന് ഈ വിഷയം, ഈ അനാവശ്യമായി CAA UCC എടുത്തിട്ടത്, അവരെ പാലസ്തീനൊക്കെ എടുത്തിട്ടത് അല്ലെങ്കിൽ ഹമാസ് ഒക്കെ എടുത്തിട്ട് ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ വിഷയം, ഏറ്റവും ഗുരുതരമായ രീതിയിൽ ബാധിച്ചിട്ടുള്ള വിഭാഗം ഈ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പിന്നാക്ക വിഭാഗങ്ങളാണ്. അത് CPM-ന്റെ ഒരു അടിസ്ഥാന വോട്ട് ബാങ്കാണ്. അവിടെ വലിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം CPM അംഗീകരിച്ചേ മതിയാവും.